കഴിഞ്ഞ ജൂലൈ 5-നാണ് റിയോ തത്സുഗി ജപ്പാനിൽ ഒരു അതിഭീകര സുനാമി വരുന്നുള്ള ഒരു പ്രവചനം നടത്തിയത്. നമ്മുടെ നാട്ടിലെ ഒരുപാട് മീഡിയകളും വേൾഡ് മൊത്തത്തിലുള്ള മീഡിയകൾ വളരെ ക്രൂഷ്യലായിട്ട് നോക്കിയിരുന്ന ഒരു ദിവസമായിരുന്നു ജൂലൈ 5 പുലർച്ചെ 4 മണി 5 മണി ഇടയിലായിരുന്നു. പക്ഷെ അന്നൊന്നും സംഭവിച്ചില്ല. അന്ന് എല്ലാവരും പറഞ്ഞു അവരുടെ പ്രവചനത്തിലൊന്നും വലിയ കാര്യമില്ല, അവർ വെറുതെ ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടും അതല്ലെങ്കിൽ അവരുടെ ചില പ്രാന്തമായിട്ടുള്ള ചിന്തകളും പറഞ്ഞു എന്നാണ് അന്ന് എല്ലാവരും ഇതിനെ പറഞ്ഞു തള്ളിയത്. ഇപ്പം ജൂലൈ 5 കഴിഞ്ഞ് ഇന്ന് ജൂലൈ 30, ഒരു മാസം പോലും തികയുന്നില്ല. 25 ദിവസം കറക്റ്റ് തികയുന്ന ദിവസം ആ പ്രഡിക്ഷനെ ആസ്പദമായിട്ട് അല്ലെങ്കിൽ ആ പ്രഡിക്ഷനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എർത്ത്ക്വയ്ക്കാണ് ഇന്ന് രാവിലെ പുലർച്ചെ ഉണ്ടായത്. ഇതുണ്ടായിട്ടുള്ളത് റഷ്യയിൽ നിന്നും ഓൾമോസ്റ്റ് 1300 കിലോമീറ്റർ, മോസ്കോയിൽ നിന്ന് 1300 കിലോമീറ്റർ അകലെ ഉള്ള റഷ്യയുടെ പ്രവിശ്യയിൽ തന്നെയാണ് ലോകം കണ്ട 6ാമത്തെ ഏറ്റവും വലിയ എർത്ത്ക്വയ്ക്ക്, അതായത് ഭൂകമ്പം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ ഓൾമോസ്റ്റ് 8.7 വരെയാണ് അതിൻ്റെ റീഡിങ് അതിൽ വന്നിട്ടുള്ളത്. ലോകത്തിലെ 6ാമത്തെ ഏറ്റവും വലിയ ഭൂകമ്പമായിട്ടാണ് കാണുന്നത്. ഈ ഒരു ഭൂകമ്പത്തിൽ കുറേ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഞാൻ ജസ്റ്റ് സൈഡിൽ സ്ക്രോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ. ഇതിൽ ആൾനഷ്ടങ്ങളൊന്നും ഇതുവരെ അല്ലെങ്കിൽ ആരും മരിച്ചിട്ടൊന്നുമില്ല. കുറച്ച് സ്ഥലങ്ങളിലെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ തകർന്നിട്ടുണ്ട്. മറ്റ് കൃഷിയിടങ്ങളും മറ്റ് പല സ്ഥലങ്ങളിലും വിള്ളൽ വന്നിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരുപാട് ആളുകളെ ഈ സമയം കൊണ്ട് റഷ്യൻ അതിർത്തിയിൽ നിന്നും മറ്റ് മോസ്കോയിൽ നിന്നും അവിടെ നിന്നൊക്കെയുള്ള ഒരുപാട് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ള ന്യൂസാണ് നമ്മൾ കണ്ടത്. പക്ഷേ ലോകം കണ്ട 6ാമത്തെ ഏറ്റവും വലിയ എർത്ത്ക്വയ്ക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ ആവുന്ന സമയത്തേക്ക് അതിൻ്റെ മറ്റ് ഇഷ്യൂസ് വരാൻ പോകുന്നത് കടലിലാണ്. അതായത് കടലിൽ വലിയ തിരമാലകൾ വന്ന് സുനാമിയിലോട്ട് കൺവേർട്ട് ചെയ്യും എന്നാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട്. അതിൻ്റെ എഫക്റ്റ് ഓൾറെഡി ജപ്പാനിലും മറ്റ് പല സ്ഥലങ്ങളിലും അമേരിക്കയുടെ പല സ്ഥലങ്ങളിലും അതിൻ്റെ എഫക്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഹവായി, അതുപോലെ അലാസ്ക, കാലിഫോർണിയ, ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ ഹൈ അലേർട്ടിലാണ്. ഇവിടെ നിന്നൊക്കെ ഓൾമോസ്റ്റ് 20,000-30,000 ആളുകളെ ഈ സമയം കൊണ്ട് തന്നെ അമേരിക്ക മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജപ്പാനിൽ വരുന്നത് ഓൾമോസ്റ്റ് 20 ലക്ഷം 19 ലക്ഷം ആളുകളോണ്ടാണ് എത്രയും പെട്ടെന്ന് മാറ്റി അവിടുന്ന് പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു എർത്ത്ക്വയ്ക്കിൻ്റെ എഫക്റ്റ് ചെറുതാണെങ്കിലും പക്ഷേ ഇത് തരാൻ പോകുന്ന ആഫ്റ്റർ എഫക്റ്റ് സുനാമി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അതിൻ്റെ എഫക്റ്റഡ് ആവും. അവരുടെ വീടുകളും അവരുടെ സ്ഥലവും അവരുടെ നാടും അല്ലെങ്കിൽ ജീവൻ വരെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സുനാമി വരാനുള്ള പ്രഡിക്ഷനാണ് ഇപ്പം നമ്മുടെ കാലാവസ്ഥാ ഫോക്കാസ്റ്റിംഗ് എല്ലാ രാജ്യങ്ങളിലുള്ള ടീമും പറയുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരിത് വന്നതുകൊണ്ട് തന്നെ പല ആളുകളും ഇതിനെ റിയോ തത്സുഗിയുടെ ഒരു പ്രഡിക്ഷനുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു. എന്തോ അത് നമുക്കറിയില്ല, അതും ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്കിപ്പം പറയാനുള്ളതല്ല. പക്ഷേ സയൻറ്റിഫിക്കലി ഒരു മാനദണ്ഡം ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഒരു പ്രഡിക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞതിൽ നിന്നും വിത്തിൻ 1 മന്തിൽ തന്നെ ഇങ്ങനെ സംഭവം നടന്നിരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, നമ്മൾ ഇപ്പം ഇന്നേ ദിവസം, അതായത് ഇന്നലെ രാത്രി 30 രാത്രി പുലർച്ചെയാവുന്ന സമയത്ത് ഒന്നല്ല ഒരു 10 പ്രാവശ്യമെങ്കിലും ഈ ഒരു എർത്ത്ക്വയ്ക്ക് മാറി മാറി വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വന്നത് റഷ്യയിൽ നിന്ന് 1300 കിലോമീറ്റർ മാറി 8.8 റീഡിംഗ് ആണ് സ്കെയിലിൽ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് കുറച്ച് കഴിഞ്ഞ് അത് റഷ്യയുടെ അതേ സ്ഥലത്ത് തന്നെ ഒരു 1100 കിലോമീറ്റർ മാറി 5.9, അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് കുറച്ച് സമയം. ഇതൊക്കെ സംഭവിക്കുന്നത് അരമണിക്കൂർ 1 മണിക്കൂർ ഡിഫറൻസിലാണ്. മറ്റൊരു സ്ഥലത്ത് 6.3 എന്നുള്ള രീതിയിലാണ് ഇതിൽ റിക്ടർ സ്കെയിലിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് സുനാമി നമ്മൾ കണ്ടിട്ടുണ്ട്. 2004 ഇന്തോനേഷ്യയിൽ നടന്ന സുനാമിയാണ് നമ്മൾ കണ്ടതിൽ നമുക്ക് ഏറ്റവും ഭയാനകമായി തോന്നിയത്. ഓൾമോസ്റ്റ് 2 ലക്ഷത്തിലധികം ആളുകൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ്. ഇപ്പോഴും ആ ഒരു പ്രോപ്പറായിട്ടുള്ള കണക്ക് പോലും കിട്ടാത്ത രീതിയിലുള്ള ഒരു ഏറ്റവും വലിയൊരു ഇതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ അതിനേക്കാൾ വലിയ എർത്ത്ക്വയ്ക്ക് നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ലിസ്റ്റ് നമ്മൾ പറഞ്ഞുതരാം. ലോകത്ത് 1960 ചിലിയിലാണ് 9.5 മാഗ്നിറ്റ്യൂഡിൽ വന്നിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് എർത്ത്ക്വയ്ക്ക് വന്നിട്ടുള്ളത്.
അതിൻ്റെ എഫക്റ്റ് അന്ന് ഇതുപോലെ തന്നെ ജപ്പാനിലും ഹവായിലും അതുപോലെ ചിലി ഇങ്ങനെ പല സ്ഥലങ്ങളിലുമാണ് അന്ന് സുനാമി ആയിട്ട് അത് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും വലുതായിട്ട് വന്നിട്ടുള്ള 1964 ഗ്രേറ്റ് അലാസ്കയിലുള്ള എർത്ത്ക്വേക്കാണ്. 9.2 മാഗ്നിറ്റ്യൂഡിലാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2004 നമുക്കറിയുന്ന സുനാമി ഇന്തോനേഷ്യയിൽ വന്നിട്ടുള്ള സുനാമിയാണ്. അന്ന് 9.1 to 9.3 മാഗ്നിറ്റ്യൂഡിലാണ് അന്ന് ആ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായത്. ആ ഒരു സുനാമിയുടെ എഫക്റ്റ് ആയിരുന്നു നമ്മളെല്ലാവരും കണ്ടത്. 2 ലക്ഷത്തിന് ആളുകൾ മേലെ മരണപ്പെട്ടിട്ടുള്ള ഒരു എർത്ത്ക്വേക്ക്. അതിനുശേഷം 2011 ജപ്പാനിൽ ഒരു എർത്ത്ക്വേക്കും സുനാമിയും വന്നിട്ടുണ്ട്. അത് 9.1 ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 1952 കമച്ചക്ത റഷ്യയിൽ തന്നെയാണ് അതും എർത്ത്ക്വേക്ക് ഉണ്ടായിട്ടുള്ളത്. 9 ആണ് അന്നത്തെ മാഗ്നിറ്റ്യൂഡ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും വലുതായിട്ട് ഇപ്പം റഷ്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഈ ഒരു എർത്ത്ക്വേക്കാണ് 8.8 മാഗ്നിറ്റ്യൂഡിൽ വന്നിട്ടുള്ള എർത്ത്ക്വേക്ക്. അപ്പം ഈ ഒരു എർത്ത്ക്വേക്ക് കൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങളും അല്ലെങ്കിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് നമ്മൾ ഇന്ന് വൈകിട്ട് രാത്രി നാളെയായിട്ട് ജപ്പാനിലും കാലിഫോർണിയയിലും അതുപോലെ തന്നെ ഹവായ്, അലാസ്ക ദ്വീപുകളിലും ഒക്കെ അതിൻ്റെ സുനാമി ആഞ്ഞടിക്കും. പല സ്ഥലങ്ങളിലും ഓൾറെഡി തിരകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 3 മീറ്റർ to 5 മീറ്റേഴ്സ് വരെ ഹൈറ്റിലാണ് ഈ തിരമാലകൾ അടിച്ചു തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ജീവനും ഒരുപാട് നാശനഷ്ടങ്ങളും ജപ്പാനിലും മറ്റ് പ്രാന്തപ്രദേശങ്ങളിലും അമേരിക്കയിലൊക്കെ ഉണ്ടാവും. ഓൾറെഡി ഡൊണാൾഡ് ട്രംപ് US പ്രസിഡൻറ്റ് എക്സിലൂടെ ഒക്കെ എന്താ പറയുക ജാഗ്രതാ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റ് അവിടുത്തെ എല്ലാ ഇതിൻ്റെ സംഘടനകളും മറ്റ് ഫയർഫോഴ്സും അതുപോലെ തന്നെ റാപ്പിഡ് ഫയർഫോഴ്സ് അങ്ങനത്തെ കുറേ റാപ്പിഡ് റെസ്പോൺസ് ടീമും ഒക്കെ ഭയങ്കര അലേർട്ടായിട്ടാണ് അമേരിക്കയിലും അലാസ്കയിലും അതുപോലെ തന്നെ ജപ്പാനിലും ഒക്കെ. ഇപ്പോൾ അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ ചെറിയ ചെറിയ ദ്വീപുകളായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഹവായി പോലത്തെ, അതല്ലെങ്കിൽ ഫിലിപ്പീൻസും. നമ്മളിപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ വരുന്ന ഒരുപാട് ചെറിയ കൺട്രീസ്, ചെറിയ ദ്വീപ് സമൂഹങ്ങൾ വളരെ അലേർട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് ആളുകൾ അവിടെ നിന്നൊക്കെ മാറിപ്പോകാനുള്ള ഇത് ചെയ്തിട്ടുണ്ട്. റോഡുകളെല്ലാം ബ്ലോക്കാണ്, എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. പല ആളുകളും കൂടുതൽ സാധനങ്ങൾ കരുതി വെക്കാൻ, ഇനിയിപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭക്ഷണങ്ങളായിട്ടും മറ്റ് ആവശ്യ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന്. അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളും റോഡ് ട്രാഫിക്കിങ്ങും ഒക്കെ അവിടെ വന്നിട്ടുണ്ട് ഇപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം. അപ്പം ആ രീതിയിൽ ഇപ്പം ഇവരുടെ പ്രഡിക്ഷൻ പോലൊന്നും കാര്യങ്ങൾ എത്താണ്ടിരിക്കട്ടെ, അത് മറ്റ് പല രീതിയിൽ ഡിസോൾവ് ആയിട്ട് ഇത്രയും ആളുകളുടെ അവരുടെ സാധാരണ ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കട്ടെ എന്ന് ഇപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഒരു അത്തരത്തിലുള്ള ന്യൂസുകളൊന്നും വരാണ്ടിരിക്കട്ടെ. അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി നാളത്തെ രാവിലെ ആകുമ്പോഴേക്കും ഏതൊക്കെ തരത്തിലുള്ള ന്യൂസുകളാണ് നമ്മുടെ എന്താ പറയുക പത്രങ്ങളിലും നമ്മുടെ മീഡിയകളിലൊക്കെ വരുന്നത്. നമ്മൾ കാത്തിരുന്ന് തന്നെ കാണാം.